ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. ഇതെന്താ ഒരാള് കേക്കിലാണ്? എന്താ പരിപാടി വെച്ചാ ഞമ്മള് ഹോസ്പിറ്റലിൽ നിൽക്കണം. നമ്മള് ചെങ്ങായി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അളിയാക്കാക്ക് എങ്ങനെ ചോദിച്ചിട്ട് ലീവ് കൊടുക്കണില്ല. കാരണം പ്രസവത്തിന്റെ ടൈമിൽ 2 ദിവസം ലീവ് എടുത്തോണ്ട് പണി തീർക്കുന്ന അളിയാക്കല്ല. അപ്പൊ നമ്മള് ചെറിയാക്കു ഞമ്മക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഓന്റെ ചെവിന്റെ ടെസ്റ്റും കാര്യൊക്കെയാണ്. എന്താ മമ്മ ഇമ്മമ്മ ഇപ്പൊ നല്ലൊരു ബുക്കിലൂണ് അതിനെ പറ്റി പറയേന്. അതിന്റെ ഒരവസ്ഥ പഠിച്ച റബ്ബേ, ഇതിന്റെ കുട്ടിനെ ഇങ്ങനെ മാറ്റി നിങ്ങൾ ആരെയും അതറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എവിടെ എന്റെ കുട്ടിനെ അവിടേക്ക് കൊണ്ടുപോയിട്ട് ഞങ്ങളിപ്പോ എവിടേക്ക് ഞങ്ങൾ കൊണ്ടുപോകാത്തോടല്ല പഠിച്ച റബ്ബിന്റെ കുട്ടിന്റെ ദീനം മാറ്റി കൊടുത്ത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ച് പെറ്റമ്മയാണ് പറഞ്ഞു. നിങ്ങളടങ്ങാറാണ്ടത്താപ്പ് കാട്ടണേ. നമ്മള് നോക്കാത്ത കുഴപ്പമോ ഇതാക്കാത്ത കുഴപ്പമൊന്നും അല്ലല്ലോ. നമ്മള് ചെങ്ങായിന് ബേഗിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഇറങ്ങാ നല്ല കാര്യം പറഞ്ഞാൽ അതാണ്. ഓയ് അവിടെ തിന്നാണ്ടാക്കണോട് എന്താ അവിടെ പരിപാടി? പോവാ എന്താണ് തോണിയാണോ? എടുക്കാൻ വെക്കില്ല. ഫോണോ? ഞങ്ങൾ പോയിട്ടാ പറഞ്ഞോട്ടിട്ടോ മോളെ. പല്ലൊർക്കാണ്. ഉറങ്ങല്ലേ? ഉറങ്ങല്ല, വേദന കൊണ്ട് കിടക്കണം. വേണ്ട, ഒന്നും വേണ്ട. പോയിട്ടാള് കുട്ടിനെ കൊണ്ടുപോകാട്ടോ. കുട്ടീനെ ടെസ്റ്റ് ചെയ്യാനേ പോയിട്ടോ അമ്മ? മമ്മ പോവോ? ഒരു പറഞ്ഞാൽ ചിരിച്ചു. ഇന്ന് ഫുള്ള് ചിരിയല്ലേ പുറത്തൊക്കെ ഇറങ്ങിയിട്ട്. വണ്ടി കയറിയിട്ട് അവിടെ കൊടുക്കത്ത കട്ട കുട്ടി ഇങ്ങനെ ആടിയിട്ടേ വരും ചിരി. അപ്പൊ നമ്മൾ ആദ്യം ഇനി പോണ ചുങ്കത്രക്കാണ്. അവിടെയാണ് ആ ഗവൺമെന്റ് ഹോസ്പിറ്റലില്. ആദ്യ കാലത്ത് ജാഗ്രത ഡോക്ടർ അല്ല ചെവിന്റെ ആ ഡോക്ടറെ കാണിച്ചിട്ട് ചിരിച്ചെന്ന് എപ്പോ തുടങ്ങിയ ചിരിയല്ലേ. അങ്ങനെ എത്ര സന്തോഷം പുറത്തേക്ക് പോയിട്ട്. കൊറേ ആയി അതിനെ കെട്ടി പൂട്ടി വെക്കണത്. എന്താ കയ്യും കാലൊക്കെ താത്തി കെട്ടി പൂട്ടി സ്റ്റഡിയില് കടത്തിട്ടേ അനങ്ങാൻ വെക്കാതെയാണ്. ചൂട് തട്ടണം, തൂക്കം കൂടും നാല് പറഞ്ഞിട്ട് നമ്മളതിനനുസരിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇമ്മഞ്ഞ് പോവാക്കാരല്ലേ നമ്മള് വരുമ്പോത്തിന് പോയിക്കാലോ. ഓല് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഉച്ചകത്തെ ഫുഡ് വാങ്ങിച്ചും വാങ്ങി തന്നിട്ടുള്ളേ എന്റെ വക ആണോ? അവിടെ കുടുംബശ്രീന്റെ ഹോട്ടലുണ്ട്, നേരെ കേറാ. എവിടെ എരുമമുണ്ടാണ്. പിന്നെ അവിടെ കറണ്ട് ഇല്ലായിട്ട് വേറെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ലീവ് ഇട്ടാലല്ലോ പാപ്പ നയിച്ചാണ്. പൈസ അട്ടിക്ക് വെച്ചിട്ടേ കൂത്തിക്കണതാണോ? ഓൾക്ക് കുറെ ഉഷാറായിട്ടോ. എങ്ങനെ കിളിയലൊക്കെ മാറിയാവേ ഉഷാറാവല്ലോ. ഓനിപ്പൊ ഇന്നലെ മിഞ്ഞാന്നായിട്ട് കണ്ണുകൂടെ മഞ്ഞല്ലോണ്ട് ഇവിടെ ടെസ്റ്റ് ചെയ്താലേ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇടയ്ക്കര പോകുമ്പോ എന്താ എറണാട് പോകുമ്പോ എന്താ പറയാന്ന് അറിയില്ല. അതിന് റിസൾട്ട് ഒന്നും കിട്ടുണ്ടാവൂല. റിസൾട്ടിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുവോ? മഞ്ഞ പിന്നെയിലൊക്കെ അത് ബ്ലഡില് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ പുറത്തല്ലേ കാണുന്നത്. നേരത്തുണ്ടായിട്ടല്ല പുറത്തൊക്കെ വന്ന് ചെയ്ത് വന്നിട്ടുള്ളോ? അത് 48 മണിക്കൂറായിട്ട് നോക്കല്ലേ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കണ്ടേ? NICU കൊണ്ടോണം. ഞാൻ കുത്തൂലേ ഈ ചെറിയ കുട്ടികളെ കുത്താൻ? നമ്മള് ലാഭം നിന്നോണ്ട് ചില നേരത്ത് ഞെരുമ്പോ കിട്ടാഞ്ഞാല് ഞങ്ങൾ തന്നെ അത് ബേക്കൊക്കെ വലിച്ച് ഓലറിയാതെ ഒന്നും പാടെ കയറ്റും. പിന്നെ അതിലും ബ്ലഡ് എന്നിട്ടില്ലെങ്കിൽ ഒന്ന് ചെരിച്ച് പൊടിച്ച് ഇങ്ങനെ കയറ്റും. അതിലിങ്ങനെ നോക്കി കുട്ടികളെ കഴിഞ്ഞ നമുക്ക് കാണൂല. അതുകൊണ്ട് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര നമ്മളങ്ങനെ ഈ കുത്തി ഇങ്ങനെ ചെയ്യലില്ലോണ്ട് നമുക്ക് അതിന്റെ ഇടങ്ങേറ് അറിയും. കുത്തിയും തിരിച്ചും ഉള്ളിക്കാണ് കൊണ്ടുപോകും. എന്താ കാട്ടണ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മള് ഈ കറങ്ങിയപ്പോഴാണ് നമുക്ക് അറിയുന്നത്. അപ്പൊ ഓനെ അതിന്റെ ഉള്ളിൽ കൊണ്ടപ്പോ ഭയങ്കര ഇടങ്ങറുണ്ട്. അപ്പൊ കൈമ നോക്കിയപ്പോ ഒരു കുത്തിയെ കുത്തിയിട്ടുള്ളൂ. ഞങ്ങള് വേഗം നോക്കിട്ടോ എത്ര കുത്തിക്കുന്നത്.
അല്ലെങ്കിൽ കുട്ടികള് കുത്തുന്ന പോലെ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളും ആണല്ലേ കുട്ടികള് കുത്താനായിട്ട് ഒരാളും ആണ്. കാരണം ഞങ്ങൾക്കൊക്കെ വലിയ പോലെ കുത്താൻ അറിയുന്നല്ലാതെ ഇങ്ങനത്തെ പോലെ ഞങ്ങളെ കൈ കിട്ടിയിട്ടില്ല. കിട്ടുമെങ്കിൽ ഞങ്ങള് വലിയ വലിയ എന്നിട്ട് ലാഭത്തെ ആ താത്താനെ ഞങ്ങളാകും. എന്താ ലാഭൂനറിയാല്ലേ? ഇങ്ങനെ പറഞ്ഞോളെ, ഇരുന്ന് പറഞ്ഞോളെ ലാഭത്തെ കഥയും പറയാനും വേണ്ടേ. സിഫ്ന വള്ളിയിലുണ്ടായപ്പോ പറഞ്ഞ തൊട്ടൊക്കെ കെട്ടി എന്തായാലും വേണ്ടില്ല ലാഭക്ക് വരുന്നു ചേച്ചി പോകുന്നുണ്ടോ? കുട്ടികളെ നഴ്സറിക്കോട്ടെ മൂന്നല്ല കഴിഞ്ഞ് നഴ്സറിക്കും പോവും, ലാഭപ്പോത്തിന് മറക്കും ചേച്ചി. അപ്പൊ ഇങ്ങനെ നമ്മള് ട്രെയിനിങ്ങിന് കയറേണ്ടി വരൂലേ? രണ്ടാമത് ട്രെയിനിങ് എടുക്കണ്ടേ? എന്തായാലും 1 year എക്സ്പീരിയൻസ് ആണ്. 1 year വേണം. 6 മാസം 6 മാസം ഒരു സ്ഥലത്തും 6 മാസം വേറെ സ്ഥലത്തും കാണല്ലേ ശരിക്ക്? അങ്ങനെ നിർത്തൂലല്ലോ. അങ്ങനെ നിർത്തുമല്ലോ. 6 മാസം സർട്ടിഫിക്കറ്റ് അങ്ങനെ നിർത്തും. അങ്ങനെയാണ് എല്ലാരും ചെയ്യാ. ഒരു കൊല്ലം തന്നെ നിർത്തൂല. 6 മാസം 6 മാസം വർഷയായാലും മറ്റാ ഇൻഷയായാലും അന്നത്തെ നമ്മള് ലാഭം പോയപ്പോ കണ്ടില്ലോള് ആദ്യം ശുദ്ധ ട്രെയിന് 6 മാസത്തെ ട്രെയിനിന് പിന്നെ ഇപ്പോൾ ഇടക്കരല്ലേ 6 മാസത്തെ. അപ്പൊ നമുക്ക് ചടക്കൂല്ല ഒരു സ്ഥലത്ത് അങ്ങനെ പറ്റൂലേ? നിങ്ങള് രണ്ടാമത് ഒരു കൊല്ലം എടുക്കേണ്ടി വരും. എടുക്കണൊക്കെ മറന്നില്ലേ? അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ പോകും. ടെസ്റ്റ് ചെയ്യണല്ല ചോദിച്ചോക്കട്ടെ എങ്ങനെ ടെസ്റ്റ് ചെയ്യാ? വണ്ണമല് അതും ഏത് വണ്ണമല ഷുഗറിൻ്റെത് ഏത് ബ്ലഡ് അതിന്റെ ഇത് ഏത് വണ്ണമല് റിയേജന്റോ 10 മൈക്രോ സാമ്പിള് പിന്നെ 10 മിനിറ്റ് ഇത് ഏത് ഇൻക്യുബേറ്റ് കൊല്ലം ടച്ചൊന്നും കിട്ടുന്നില്ല. ഓളിന് ആ ലാബില് 2 ആഴ്ച ട്രെയിനിങ് അറിയാതെ ഇനി നമുക്ക് വേറെ സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഞാൻ എന്താ വിചാരിച്ച് അവിടെ തന്നെ പോവുക. 2 ആഴ്ച അവിടെ നിൽക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ 2 ആഴ്ച നിൽക്കുന്നിട്ട് വേറെ എവിടെയെങ്കിലും കേറുക. അങ്ങനെ അറിയാലോ. അല്ല നമ്മളാ ബുക്ക് എടുത്തിട്ടില്ലല്ലോ അവിടുന്ന്. ഓള് വരില്ല. ഓള് കത്തിച്ചതിന്റെ മുന്നേ വാങ്ങണം. കാരണം നമ്മൾ അത്രയും ഞമ്മക്ക് അറിയണ രീതിയിൽ ഓരോന്ന് നുള്ളി ആകെ 4-5 ടെസ്റ്റ് ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ബുക്ക് ഉണ്ട് ഇൻക്യുബേഷൻ ഒക്കെ വെച്ച് സെൻട്രിഫ്യൂജൊക്കെ വെച്ച് ഏതായാലും ഞങ്ങള് പോയോക്കട്ടെ. എന്താ പറയാന്ന് അറിയില്ല. കാറിലായതുകൊണ്ട് അതിന്റെ ചെവി കേക്കണൊക്കെ ഉണ്ട്. കാരണം മനക്കുന്ന ചാർജർ ചാടിയിട്ട് ഒറ്റ നട്ടല. അതേപോലെ കുട്ടികളെ സൗണ്ട് ഉണ്ടാക്കുമ്പോഴൊക്കെ നട്ടിട്ട് ചാടുണ്ട്. കണ്ണിങ്ങ ചുമ്പണൊക്കെ ഉണ്ട്. അത് നമ്മളോട് ഋതുവിന്റെ അന്നൂല്ലേ പെരിന്തൽമണ്ണന്ന് നമ്മള് ക്ലാസ് ഇട്ടോക്കണം. മൈൻഡ് ഉണ്ടോക്കണം. ഏതായാലും പോയോക്കട്ടെ. പോയോക്കാം. നല്ല തിരക്കേക്കാരം. എന്താ കഴിക്കില്ല പൈച്ചനും ഉണ്ട് ഒന്ന് തിന്നോണ്ട്. അപ്പൊ പള്ളർച്ച് തിന്ന് പോരണ്ടേ? പണിയൊക്കെ കഴിഞ്ഞു പോയിട്ട് പറ്റർക്കാണ്. ഞാൻ പറ്റർക്കല്ല. ചെറിയപ്പോ കേക്കലും ലാലോലും ചെറിയപ്പോ ഇതാണ് വിചാരിച്ചിട്ട് ആ കാട്ടക്ക് കൊണ്ടുപോയി നിർത്തണ്. ഇത്രയും പാർക്കിംഗ് സ്ഥലം ഉണ്ടായിട്ട് ഇനിയും അതില് പോവുക. ലാസ്റ്റ് അവിടെ കാട് എന്തായാലും അവിടെ നിർത്തി പോന്നു. ഇതെവിടെ കാട്ടില് താഴെയാണ് ഹോസ്പിറ്റൽ. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ട് 1-2 പേഷ്യന്റ് ഇവിടെ ചങ്ങായി കാറ് കയറിയതും വന്നതും ഇരുന്നതിന് വരെ അറിയാഞ്ഞാ മതിയായിരുന്നു. ചീറിയാണ്ടല്ലോ കുടിച്ചാൽ കിട്ടൂല. ഇവിടുന്ന് കഴിയും. ഇവിടെ നല്ല തിരക്കുണ്ടാവും വിചാരിച്ചു ഞാൻ. തിരക്കില്ല. പിന്നെ ചെറിയ കുട്ടിയാവുമ്പോ വേടി കയറ്റുമല്ലോ. അല്ല ഒക്കെ ചെറിയ കുട്ടികൾ തന്നെ ഇവിടെ. ഇവിടെ വന്നപ്പോഴാണ് ഒക്കെ 8 ഉണ്ടാകും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ പോകണം. ഇതെന്താ ചെയ്യാ? ടോർച്ച് അടിച്ചു എന്താറിയില്ല. പിന്നെ എന്തെങ്കിലും സ്കാൻ മാതിരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഉള്ളൊക്കെ എന്തെങ്കിലും കൊണ്ടുപോകുന്നത് അല്ല എന്തേലും ഇട്ടു താഴത്ത് കൂടെ അല്ല ഇപ്പൊ ഇങ്ങനെ ഞമ്മക്ക് കിട്ടാൻ പറ്റൂലേ? അപ്പൊ നമുക്കറിയാം. ചെവി കണ്ണൊക്കെ നോക്കണ്ടാവും. അറിയില്ല. ഞാൻ ടെസ്റ്റ് ചെയ്യുമല്ലോ അല്ലേ? നമുക്ക് ഋതുവിനെ കണ്ണ് പൊളിച്ചങ്ങോണ്ട് എനിക്ക് ഓർമ്മണ്ടോ? ഫുള്ള് കണ്ണ് പൊളിച്ച് ഫുള്ളൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല. കാരണം ഞാൻ എത്തില്ലല്ലേ. നമ്മളെയൊക്കെ പെരിയിലെത്തിയിട്ട് നിങ്ങളങ്ങനെ പോകുന്നല്ലോ. പെരിന്തൽമണ്ണന്നാണത്. ഞാനടുത്ത് സ്കൂളിൽ ആ ദിവസം വരുമോ? അല്ലല്ലോ. നമുക്ക് നോക്കി
കുഴപ്പമൊന്നുമില്ല. നമ്മളെ കണ്ണില് അല്ലേ, നമ്മളെ കണ്ണിലും ഓക്കെയാണ്. ഡോക്ടർമാരെ കണ്ണിൽ എന്താ അറിയില്ല. ഇതൊക്കെ കിട്ടിയോണ്ട് എന്താ അറിയോ, പക്ഷെ എന്താ പറയാ, കൈ വേഗം കാട്ടി ഇതിലെങ്ങനെ വന്ന് ഇതിലെങ്ങനെ എടുക്കല്ലേ അങ്ങനെ. പക്ഷെ ഇത് എടുത്ത് ചെയ്യലാകുമ്പോ ഫസ്റ്റ് എടുത്ത് വെച്ചിട്ട് ഇടങ്ങാറ് കേട്ടോ. പിന്നെ എടുത്ത് ഇങ്ങനെ കുറച്ച് നിന്നപ്പോ കുഴപ്പമില്ല. ഞങ്ങള് നല്ല ടർക്കിയിലൊക്കെ പൊതിഞ്ഞ് അത് നഴ്സറി പോയില്ലേ? അപ്പൊ ഓനാരെ കൊണ്ടുവരാ? അപ്പോത്തിനെത്തു എന്താ പോയി 12 മണി ആവണുള്ളൂ. ഇവിടെ പറ്റർക്ക് അല്ല, ചെറിയ കുട്ടികളല്ലേടി, അങ്ങനെ നിർത്തൂലല്ലോ. എന്റെ പാട്ട് ഇതാണ് കേട്ടോ, ഓളെ പാട്ട്. ഓ പാടി കൊടുത്താ ഇരിക്കണോലൊക്കെ നീച്ച് പാനോട്ടെ. അതെടി അങ്ങനെ ചെറിയ അപ്പൊ ഒന്നാളെ ഞാൻ പാടിയപ്പോ ക്യാമറ ഓൺ ആക്കട്ടെ അപ്പൊ ഉണ്ടാക്കണം കണ്ടിട്ടില്ലേ? ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഇതിനെന്താ സംഭവം അറിയോ? മടിയിൽ വെച്ചാൽ കുഴപ്പമില്ല. ഇപ്പൊ തന്നെ അയക്കിങ്ങനെ ബെഡിങ്ങനെ കടത്തിയോ കജ്ജൊക്കെ കണ്ട് എടുത്തിട്ടുങ്ങാണ്ട് മേറി. അതാണ് ഇപ്പൊ തന്നെ. ഞാൻ ചെറിയ പോയിട്ട് കുറച്ച് ദിവസം നിൽക്കാൻ പോണത്. എന്നാ പോണേ? 2 ദിവസം കൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞീനി. 2 ദിവസം കൊണ്ട് പോകാറ്. എന്ന് വെച്ചാല് 2 ദിവസം. 2 കുഴപ്പമില്ല. ഞാൻ കുടിച്ചണോ? ഇതിങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വിടുവാണെങ്കിലും വെക്കണം കണ്ടിട്ടില്ലല്ലോ. ഒരു കൊലുക്കോല്ല. നമ്മളെ നാട്ടിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ താഴെ കുറച്ച് അമേരിക്കയിലൊക്കെ ബേക്കിലാ കാറിലുണ്ടിടും, മുന്നിലാണെങ്കിൽ മുന്നിലിടും. നമ്മള് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഓൽക്കൊരു പൊട്ടയാണല്ലോ പച്ചക്കറിയൊക്കെ ഇട്ടങ്ങനെ അല്ലേ. പെറ്റ് കഴിഞ്ഞാൽ ഇട്ട് കൊണ്ടുപോകും, നമ്മളും കൊണ്ടുപോകും. അമ്മക്ക് പേടിയാണ്. പക്ഷെ ഇതന്നെ ഇങ്ങനെ തന്നെ ഇട്ടുണ്ടോവാന് നമ്മളെ നാട്ടില് പേടിയേനി. പിന്നെ എല്ലാരും ഇങ്ങനെ ഇട്ട് നമ്മക്കറിയില്ല ഇതെന്താ സാധനം, അങ്ങനെ അറിയില്ലല്ലോ. നമ്മളിതിപ്പോ കാണുമ്പോ വിചാരിച്ചില്ലേ ഇറങ്ങിയ സംഭവം. അതിന് നമ്മള് പറഞ്ഞിട്ടില്ലേ ഇതിക്കിട്ട താഴത്തേക്ക് പോകും, അടങ്ങിക്കൂലെന്നൊക്കെ നമ്മള് പറഞ്ഞിട്ടില്ലേ? കണ്ടോ ഒറ്റ മാതിരി. നമ്മള് ചങ്ങായിക്ക് പേരിട്ടു അല്ലേ? ഇന്ന് പോസ്റ്റും കാര്യമൊക്കെ ഇട്ടീന്. അപ്പൊ ആ പോസ്റ്റ് എല്ലാരും കണ്ടിക്കണ തോന്നുന്നുണ്ട്. കുറെ ആൾക്കാർ മാഷാള്ള എന്നൊക്കെ പറഞ്ഞ കമന്റും കാര്യമൊക്കെ വന്നിക്കണം. ഇനി നമ്മളാ ആണ് അല്ലേ? ഇല്ല നമ്മളെ പൊരി അപ്പൊ നമ്മള് കാട്ടി കഴിഞ്ഞൂല്ലേ? നാട്ടി കഴിഞ്ഞ കുഴപ്പമൊന്നുമില്ല. ചെവിക്ക് എന്തോ ഒരു സാധനം അതിലേറെ കൊടുത്ത സാധനം ഇങ്ങനെ കയറ്റി എന്നിട്ട് എന്തോ ഓണാക്ക. എന്നിട്ട് ഗ്രാഫ് മാതിരി വന്നൂല്ലേ? ടിക്ക് വരും. ടിക്ക് എന്നാ കുഴപ്പമില്ല. തെറ്റാണെങ്കിലൊക്കെ പേടിയൊക്കെ. കുഴപ്പമൊന്നുമില്ല. ഞാൻ നേരെ എറണാട്ടിക്ക് ഇടക്കിടക്ക് കുഴപ്പമൊന്നുമില്ല. അറിഞ്ഞിട്ട് തന്നെ അല്ല ആള്. അപ്പൊ നമ്മളിഞ്ഞ് നേരെ എറണാടോ ചാടിച്ചണോ? മണി ചാടിച്ചോട്ടെ താഴ്ന്ന. പിന്നെ ആക്കി പോയ ഒരാളുണ്ട് ഇനിയിപ്പോ ഇവിടെ കാണാല്ല. ഇവിടെ ഇല്ല. ഇനിയിപ്പോ അടുത്ത് ഹോട്ടലൊക്കെ പോയാല് അവിടെ എന്തെങ്കിലും ക്യാൻറ്റീന് ഹോട്ടലൊക്കെ ഉണ്ട്. ഫോണില് റേഞ്ചും ഇല്ല, വിളിച്ചിട്ട് കിട്ടാനില്ല. എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇപ്പൊ കാടിനോടത്തൊക്കെ ഇവിടെ നിർത്തി പോയതാ നമ്മളില്ലേ? ഇനി മേലൊക്കെ അങ്ങോട്ട് കേറാ. ഞാൻ പറഞ്ഞ ഹോട്ടലില് അത് അതിലൊരു ജെയ്സി പോലത്തെ പോയി ആ ഹോട്ടലില്. ഇവിടെ വന്നാ ഈ ഹോട്ടലിൽ എന്തോന്ന് നടന്ന പോലെ തോന്നി. ആക്കണ നമ്മള് വെറുതെ പറയില്ല. ഞാൻ പറഞ്ഞ തന്നെ വല്ല ഹോട്ടലിലോ ക്യാൻറ്റീനിലോ ഉണ്ടാവും. എന്താ ആ നീച്ചപ്പോ കണ്ടു അല്ലറിയാപ്പോ പോണ്ടേ പോയാലോ? ഞങ്ങള് പറഞ്ഞ മതി ഏതെങ്കിലും ഹോട്ടലിൽ ഉണ്ടാകും പറഞ്ഞു നിർത്തുള്ളൂ. ഇച്ച് വേണ്ട, ഞാൻ ചോറുന്നു. ആ ഓക്കെ ഉണ്ട്. ഇച്ച് വേണ്ടട്ടോ. ആ വെയിലത്തൊക്കെ കുട്ടി കരിഞ്ഞു. ഓൻ ചാവിടിച്ചേക്കാരല്ലേ? ഞങ്ങള് പറഞ്ഞില്ല എന്തേലും ഞമ്മള് കാണാല്ലാന്ന് പറഞ്ഞപ്പോ തന്നെ അപ്പൊ ഓള് പറഞ്ഞത് ജെയ്സി ഇങ്ങനെ പോയി.
കഴിച്ചുണ്ട് രാവിലെ കഞ്ഞി കുടിച്ച അല്ല ചായ കുടിച്ച. തിന്നണ്ട ചോറും കൂട്ടാനൊക്കെ ആയിട്ടില്ലേ? ചോറായില്ല ഇല്ലേ? കൂട്ടാൻ ഉപ്പേരിക്കായി അടച്ചൊരു തോറ്റി തിരുമ്പല. അപ്പൊ ചോറിഞ്ഞാലൊക്കെ ഇമ്മ വെക്കാറുന്നു. ഉമ്മ ഉമ്മ ഉണ്ടോ അവിടെ? പെരയിലുണ്ടോ? ഞാൻ ബാക്കിയൊക്കെ വേഗം കഴിച്ചു. അങ്ങനെയൊക്കെയാണ് കഥ. ഏതായാലും ഇനി പൈമ്പൊലി എന്നിട്ട് പോകല്ലേ? പൈമ്പൊലി എന്നിട്ട് പോകാം. പൈമ്പൊലി ചെറിയാപ്പൂന് വേണ്ടേ? അപ്പൊ എന്തേലും അതിന്റെ ഉള്ളിൽ പോയിട്ട് പരിപാടി? അപ്പൊ പിന്നെ നമ്മള് പൊക്കിയില്ലേ തണുപ്പിക്കുന്നില്ലേ? നടിച്ച് തിന്നാ ഞാൻ ഇത് തിന്നോ? ചോറൊക്കെ തിന്നിക്കണം. ഇനി ഞങ്ങള് വണ്ടി കയറി പോവാണ്. ഇനി ഇടക്കര പോട്ടെ. കൊഴപ്പൊന്നുമില്ല. ചെവിയില് ഹെഡ്സെറ്റ് കുത്തിക്കണം. ഹെഡ്സെറ്റിലേറെ കൂടുതൽ സാധനം ചെവിക്കാവുന്നല്ലോ ഇടുക. കഴിക്കാലോ. നിങ്ങൾ ബഡ്സ് ആദ്യം എന്തെങ്കിലും മാറ്റണല്ലേ? ഒക്കെ തന്നെ കഴിച്ചിട്ട് പഴംപൊരി ഇനി ഇടക്കര പോട്ടോ. ഇവിടുന്ന് വേഗം പോന്നു. ഇനി ഇടയ്ക്കത്തെ അവസ്ഥ എന്താണ് അറിയില്ല. പോവാ. അങ്ങനെ അവിടെ കയറ്റിയിരിക്കണേ. മഞ്ഞ ഡോക്ടർ നോക്കിയപ്പോ മഞ്ഞ നല്ലോണ്ട്. അപ്പൊ 15 വരെ നമുക്ക് നോർമൽ ആവും. 15ന്റെ മേലെ പോയി കഴിഞ്ഞാല് കടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അറിയില്ല. ഇപ്പൊ ഇടങ്ങറ് കുത്താൻ കൊണ്ടേക്കണം. അത് കടച്ചിട്ടുണ്ട്. ഒന്ന് രണ്ടാള് പിടിച്ച് നിൽക്കുന്നുണ്ട്. ടെസ്റ്റാണ്. നമുക്കറിയാലോ. അങ്ങനെ ഇപ്പൊ ഏകദേശം 4-4:30 ടൈമായി. ഞങ്ങളിപ്പോ ചോറൊക്കെ തിന്നു. NIC-യിൽ ഞങ്ങൾ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോഴത്തേന് ഞങ്ങൾ ചോറൊക്കെ തിന്ന്. ചെറിയാപ്പ് ഉണ്ടായിന്. ചെറിയാപ്പൊക്കെ പോയി. നമ്മള് നല്ല വാടും കാര്യമൊക്കെ കിട്ടിയിരിക്കണം. ഇവിടെ കിടക്കാണ് രണ്ടാളും. വേറെ ആരുമില്ലല്ലോ. ഇപ്പൊ എന്താ വേദന? ഇമ്മ എന്താ വേദനയെന്ന് വെച്ചാല് ഇപ്പൊ എന്തായാലും വീണിട്ട് ഇപ്പൊ അത് നല്ല തലക്ക് നല്ല അടിയിട്ടിട്ട് നല്ല വേദനയും കാര്യമൊക്കെയാണ്. ഇപ്പാനെ നമുക്ക് ഇനി റൂമും കാര്യമൊക്കെ എടുത്ത് കൊണ്ടുവരല് കുറച്ച് ഇതാക്കാരം. പിന്നെ ഓളെ ഇമ്മാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാലുകൾ കാണുന്ന വേണം. അങ്ങെത്തിയിരുന്നു. ഇവിടെ വന്നിട്ട് തന്നെ താഴെ പോയിട്ട് വേദനക്കുള്ള സൂചി അടിച്ച് അങ്ങനെ നടത്തിയത്. അത് തുടങ്ങിയതാണ്. അങ്ങനെ ഇപ്പൊ അളിയാക്കാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രസവത്തിന്റെ ടൈമിലൊക്കെ ലീവ് ചോദിച്ചിട്ടെങ്കിൽ ലീവ് കൊടുക്കണില്ല. പണി കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞു. അതോ ഞാനും ഓളുണ്ട്. ഞങ്ങൾ എന്തായാലും ഇവിടെ കടക്കുകയാണ്. ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓന് പാലെടുക്കാന് പാലെടുക്കാൻ വിളിച്ചു. അപ്പൊ പാലെടുക്കാൻ പോണം. ഓൺലൈന് നല്ല കുറവുണ്ട്. പിന്നെ ആ മുണ്ടിയും നമ്മളെ ചെങ്ങായിനെ നമ്മള് നല്ല മിസ് ചെയ്യുന്നുണ്ട്. കാരണം ട്രെയിൻ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പൊ ഇല്ലാക്കുമ്പോ നമുക്ക് തന്നെ ചടക്കും. അപ്പൊ ഓളെന്താ അങ്ങനെ കുത്തിരിക്കാം. ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ എന്തായാലും മാറും. കാരണം 3 ദിവസം കുത്തി 4 ദിവസം നമ്മള് കജ്ജ കിട്ടിയിട്ടുള്ളതിൽ നമുക്ക് അതിനെ കിട്ടുമ്പോ നമുക്ക് എല്ലാവർക്കും അറിയാക്കാതെ നമുക്ക് ഭയങ്കര അതൊക്കെ ഇല്ലാക്കുമ്പോ വേറൊരു ഇടങ്ങാറൊക്കെ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓനെ കുറച്ച് കഴിഞ്ഞാല് അവിടെ പോയിട്ടാണ് പാല് കൊടുക്കുന്നത്. ഇങ്ങോട്ട് നമ്മളെ കൈക്ക് തരുന്നല്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു പറഞ്ഞു 1 ദിവസം ഇട്ടാല് മാറും. അപ്പൊ 1 ദിവസം ഇട്ടാല് മാറും എന്ന് പറഞ്ഞു. അപ്പൊ 19 കുട്ടിയൊക്കെ ഡിസ്ചാർജ് ആയി പോയി അല്ലേ? 15 നോർമൽ. 1 പോയിന്റ് കൂടി 16. പിന്നെ നമ്മള് റിസ്ക് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. മഞ്ഞക്കിട്ടായതുകൊണ്ട് മഞ്ഞ കൂടുതലായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വെയില് കാണിച്ചിട്ടും കാര്യമില്ല. ഞങ്ങള് ഇനി കറക്കട്ടെ. 2 മണിക്കൂറായിട്ട് ഒന്ന് കാണാൻ പോയിട്ട് പാലൊക്കെ കൊടുത്ത് വേഗം ഇവിടെ നമ്മള് വാർഡിലാണ്. ഞങ്ങള് വാർഡ് കൊടുത്തിട്ടോ. കാരണം രണ്ടാളൊരു കട്ടിൽമേ രണ്ടാളും ഇവിടെ കുത്തിരിക്കുകയാണ്. ഞാനും ഡോളുണ്ട്. തലക്കാണ് കിട്ടിയിരിക്കണം. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇന്ന് കുത്തിരിക്കട്ടെ ഒക്കെ ഇരിക. നമ്മള് വന്നപ്പോ കരുതിയില്ലട്ടോ. വന്നപ്പോ തുള്ളി ചാരി ഞങ്ങൾ വന്നു. പിന്നെ എന്താ വെച്ചാല് ഞങ്ങൾ ഈ മുഖത്ത് മഞ്ഞുണ്ട്. പക്ഷെ അപ്പോൾ ഞങ്ങളെ മൈൻഡില് 15 ഓക്കെ വെക്കാറ് അല്ലെങ്കിൽ 15 താഴെ വെക്കാറെന്നുള്ള മൈൻഡില് വന്നു. പിന്നെ ഡോക്ടറിനെ കാട്ടിയപ്പോൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഓനെ തൊട്ടു നോക്കിയിട്ടില്ല. ഡോക്ടർ ഓനെ ഇങ്ങനെ മുഖം ഇങ്ങനെ നീക്കിയപ്പോൾ മഞ്ഞുണ്ട് ചിലർക്ക് കൂടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഇതായി ഉറപ്പായി ഏകദേശം അഡ്മിറ്റ് ആക്കാതെ. പിന്നെ ഞങ്ങളെല്ലാവരും ആ മൈൻഡിൽ നിന്നു. പിന്നെ നൊലോലിച്ച് ഇതാക്കി കാര്യമൊന്നുമില്ല. NIC-യിലല്ലേ. അപ്പൊ നാളെ ഞമ്മക്കും വേണ്ടിയിട്ടാണ് കുട്ടിക്കും വേണ്ടിയിട്ട് തന്നെയാണ്. നാളെ കയ്യിൽ കിട്ടും.
അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ തന്നെ കയ്യിക്ക് കിട്ടട്ടെ. അപ്പൊ ഇനി കുറച്ചു നേരം ഒന്ന് കടക്കട്ടെ, കാരണം രാത്രിയൊക്കെ ഇങ്ങനെ അലാറം വെച്ച് നീച്ച് പോണ്ടി വരും. പോണ്ടി വരും. അപ്പൊ കുറച്ചു നേരം ഒന്ന് കടക്കട്ടെ. രാത്രിയാണ് എല്ലാവർക്കും ഉറക്കം വരിക, പകല് ഉറക്കം വരില്ല. അപ്പൊ കണ്ണിങ്ങനെ ചെറുങ്ങനെ മാറും. ഇനി കുറച്ച് സാധനങ്ങള് ഓന്റെ ആ പൊടി ലാക്ടോജന് ലാക്ടോജനൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പാമ്പേഴ്സൊക്കെ ഞങ്ങൾ കൊടുത്തു. കാരണം നമ്മളത് കാട്ടാൻ കൊണ്ടുവരില്ല, ഒന്നും കയ്യിൽ കൊടുത്തിട്ടില്ല. ഇതെന്താ എന്തെഴുത്താ സമനത്? ഇതാണ് ഇരുന്നും കടന്ന് നേരം പോണില്ല. ഏകദേശം കൊടുത്തത്. അപ്പൊ ഉച്ചക്ക് ചോറാങ്ങിയെന്നൊക്കെ അച്ചാറിട്ടേ നേരം പോണ്ടേ. ഓള് ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് നീച്ച് നടന്നോണ്ട് ഓക്ക് നല്ല ഊരവേദനയൊക്കെ കിട്ടും. അപ്പൊ ഓക്ക് കാല് തെറ്റിയാണ്. അപ്പൊ നമ്മള് NIC പോയി ചോദിച്ചപ്പോ കുട്ടീന്റെ യാതൊരു റിസൾട്ടും ഇല്ല. കുറേ നേരം പോലെ കൊടുത്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞാല് 2 മണിക്ക് നമുക്ക് അറിയില്ലല്ലോ, അറിയിട്ടില്ല. അപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പാലെടുക്കാൻ വിളിച്ചിട്ട് അറിഞ്ഞില്ല. അപ്പൊ ഒരു 6 മണിയൊക്കെ ആയപ്പോ ഞാൻ ഓളിയും വിളിച്ച് പോയപ്പോ പറഞ്ഞു പൊടിപ്പാല് കൊടുത്തിക്കണോ ഉറങ്ങാണ്, ഇനി നീച്ചുമ്പോ എന്നെ വിളിച്ചിട്ടാണ് കൊടുത്തിട്ട്. ഞാൻ എപ്പോഴും വിളിച്ചൊരു ഐഡിയ ഇല്ല. കൊടുത്തിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. അളിയാക്ക പണിയൊക്കെ കഴിഞ്ഞ് കുടിച്ചൊക്കെ വരുന്നുണ്ട്, ചോറായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ആരും നിന്നിട്ടും കാര്യമില്ല, പാലായതുകൊണ്ട് ഒരു കട്ടിലുള്ളൂ. ഇപ്പൊ ഓള് അവിടെ തലക്കാണെങ്കിൽ ഞാൻ ഇവിടെ തലച്ചെണ്ണ സുഖായോ. ഞാൻ ആള് കൂടിയാൽ ഇരിക്കാനും നിൽക്കാനും സ്ഥലം ഉണ്ടാവില്ല. തലക്ക് കിട്ടിയോണ്ട് കാരി അല്ലെ അങ്ങോട്ടും സ്ഥലം ഉണ്ടാവില്ല, അങ്ങോട്ടും സ്ഥലം ഉണ്ടാവില്ല. ആരെയും കാണൂല. 4 ഭാഗം കർട്ടനാണ്, ആരും കാണൂല. അപ്പൊ ചെറിയ പ്രാവശ്യം കൊണ്ടോണ്ടിരിക്കും പായ ആദൂനെ ഞാന് വിട്ട് നിക്കല് പഠിച്ചു. അങ്ങനെ നിന്നിട്ട് തന്നെ അല്ലല്ലോ. ചെറിയ കുട്ടിങ്ങനെ ഒറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റൂല. ചെറിയ കാര്യമതി മണ്ണി കൊണ്ടു. അപ്പൊ നേരെ 6 മണിയായിട്ടുള്ള 6:15 നേരം ഇന്ന് വന്ന് കയറി നേരം വേണം നാളെ. ഇവിടെ ഓരോ ജോലിയാളും അങ്ങനെ ഇങ്ങനെയൊക്കെ. പള്ളിയിൽ ഇല്ലോലുണ്ട്, വയസ്സായോലുണ്ട്, അപ്പൊ കുറച്ച് അച്ചാറൊക്കെ അതിന്റെ ഇടയിൽ ഞമ്മളും ഉണ്ട്. ഞാനും ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ലാക്കട്ടെ. നാളെ ഡിസ്ചാർജ് ആയി പോയാ മതി. പോയാ കൊറേ കാലം അപ്പൊ ഒന്നും എടുത്തിട്ടില്ല. മാക്സിയും മരുന്നും ഗുളികൊന്നും എടുത്തിട്ടില്ല. അപ്പൊ ഒക്കെ ഇനി കൊണ്ടുവന്നരാൻ പറഞ്ഞിക്കണം. ടർക്കി എടുത്തുക്കണോ? എടുക്കാൻ പറഞ്ഞിക്കണോ? ടർക്കി 3 കുപ്പായൊക്കെ എടുക്കാൻ വന്ന് ഛർദിച്ചാണെങ്കിൽ കുപ്പായം ഒന്നും അതിന്റെ ഉള്ളിൽ ചോദിച്ചോല്. കുപ്പായ ഊരിയിടും. അഞ്ച് പാലെടുക്കുമ്പോ ഛർദിച്ചെന്തെങ്കിലും ആണെങ്കിലേ എപ്പോഴേലും മാറ്റണമെങ്കിലോ നമ്മള് കിട്ടു പോകുമ്പോ എന്തായാലും ഒന്ന് കുപ്പായിട്ട് ഏതായാലും അങ്ങനെ. അപ്പൊ അതൊക്കെയാണ് കഥ. നേരം പൊളിപ്പിച്ചണം. രാത്രി എങ്ങനെ വിളിച്ചാന്നറിയില്ല. രാത്രി ഉറങ്ങന്നല്ല, എന്താ കാട്ടുക? പെരും കരച്ചിലേക്കാരടി. വേറൊരാൾ വാങ്ങും. അങ്ങനെ കറിയാണെങ്കിലൊന്നും നമ്മള് വിളിച്ചൂല. ഇല്ല, പൊടിപ്പാല് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. 2 വട്ടം കരയാണെങ്കിൽ അങ്ങനെ കരയൂല. ഓൾക്ക് അങ്ങനെ. എന്നാലും ഞമ്മളെ മാതിരി ഇവനാണെങ്കിൽ കരയാനായിട്ട് നിക്കും. ഇല്ല പാമ്പേഴ്സും കാര്യമൊക്കെ ഇട്ടോണ്ട് അതിന്റെ ഉള്ളിലും അല്ലടി. ചിലപ്പോ ആ ചൂടും തട്ടി മരുന്നും കുറിച്ച് അങ്ങനെ ഉറങ്ങും പറയാൻ പറ്റും. നമ്മളെ കൈ കിട്ടിയാന്ന് മുതൽ രാത്രി ശരിക്ക് നമ്മള് കടക്കണ നേരത്ത് കുറച്ചേരം ഉറങ്ങൂല. പിന്നെ നട്ടപ്പാതിരിട്ട് പിന്നെ നല്ല ചെങ്ങായിന്റെ ബെഡിലിപ്പോ ഒരു ബിസ്ക്കറ്റ് ആ കടയിന്ന് ഞാൻ ഇട്ട് പോന്ന ഫയലും ആണ്. ഓളെ തിന്നാൻ വാങ്ങിച്ചോളെ തിന്നിട്ടില്ല. ആര് വരുന്ന ഇതോ കുട്ടികളെ കൊണ്ടുവരുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരാള് കൊടുന്നാ മതി, അടങ്ങിക്കൂല. ആദ്യം ഇവിടെ ഉണ്ടായാല് 3 ആളും തല്ലാക്കാരം. അപ്പൊ ഒരാള് ചെറിയ കൊണ്ട് ഒരാള് ഞാളയാക്കി ഏറ്റെടുക്കുന്നത്, ഒരാളവിടെ നിർത്തുകയാണ്. കുട്ടികളായതുകൊണ്ട് അണ്ണൻ തമ്മിയാണ് വലിയേ. അതായത് പെൺകുട്ടികളാണെങ്കിൽ പിന്നെ ഒരു പാവക്കുട്ടിയോ എന്തേലും ഒരു കറുപ്പക്കുട്ടി അങ്ങനെ ഈറ്റങ്ങൾക്ക് എന്തെങ്കിലും പൊട്ടിച്ച് മറ്റോലിട്ട മറ്റോലെ മണം മറ്റോലെ തോണ്ടിപ്പായി അതൊക്കെയാണ് കളി. ഏതായാലും കുറച്ച് കടക്കട്ടെ.
അല്ലാതെ വേറെ പണിയൊന്നുമില്ല. ഓള് ചാർജറൊക്കെ ഓളതെടുത്ത് പോകുന്നുണ്ട്. ഞാൻ എന്താ വെച്ചാല് ആ പെരിയല്ലേ ആശുപത്രിയിൽ നിന്ന് പോയി വരുമ്പോ ചാർജ് ഇല്ലെങ്കിൽ മറ്റേത് പോസ്റ്റ് ചെയ്യാല്ലേ എന്തിനേലും ആണ് ഞാൻ പറഞ്ഞ കൈ പിടിച്ച കാറായതുകൊണ്ട് അതിലുണ്ട്. അല്ലെങ്കിൽ ഞാനും തൊള്ളൊഴിച്ചിട്ട് ഓക്കിപ്പോ ചാർജ് ചെയ്ത പോലെ വീഡിയോ എടുക്കണോ ഒരു ചടമായിട്ടില്ല. അത് എപ്പോഴും ഓഫ് ആവാൻ നോക്കാൻ അറിയില്ല. ചാർജില്ല. ഞാൻ ഇപ്പൊ ഒരു വീഡിയോ അപ്ലോഡ് ആവാണ്. ഈ വീഡിയോ അപ്ലോഡിങ് എങ്ങനെ വെച്ചാല് ഇതിപ്പോ 5% ഇവിടെ റേഞ്ച് പോലെ 5% 100 ആവണം. 100 ആയി കഴിഞ്ഞിട്ട് വേറെ ഒന്നും പാടുണ്ട്, പ്രോസസ്സിംഗ് ഉണ്ട്. ആ പ്രോസസ്സിംഗ് 1 മുതൽ 100 ആവണം. ഫസ്റ്റ് പ്രിപ്പയറിംഗ് ഉണ്ട്, അത് കഴിഞ്ഞാണ് അപ്ലോഡിങ്. ഇതാണ് ചോറ. ഈ 5 അപ്പം 100 ആവാണ് 3 കുത്തൊക്കെ ഉണ്ടാനങ്ങളില്ല. എത്ര മണിക്കൂർ അല്ലേ പറയുന്നത്? 18 മണിക്കൂർ. റേഞ്ച് ലേറ്റ് ആയിക്കാണ്. ഇനി കുറച്ചതിന്റെ ആ പുറത്തോടെയൊക്കെ പോയി ഇങ്ങനെ അപ്ലോഡ് ആക്കി വരണം. റേഞ്ച് ഉണ്ടെങ്കിൽ സുഖം. പക്ഷെ റേഞ്ച് ഇന്ന് രാത്രിക്ക് ഇടല്ലതല്ലേ? രാത്രിക്ക് ഇടാല്ല. ആ റൂമില് നമ്മള് കടന്നീന റൂമിൽ ആകില്ലോണ്ട് ആ ജനാൽ കൂടെ പോയി നോക്കിയാ. അവ ഏതായാലും ഞങ്ങളിനി കുറച്ചതിന്റെ അളയാക്ക വന്നിട്ട് നമുക്ക് വീഡിയോ. അങ്ങനെ കുന്മാനൊക്കെ പണി കഴിഞ്ഞ് വന്ന് മറ്റോട് ഫുള്ള് വീഡിയോ ഇതാക്കുന്ന പണിയിലാണ്. നേരം വൈകില്ലേ? ചോറും ഞാൻ വരാൻ വേണ്ടി നിക്കേന്. വന്നിട്ട് കാര്യല്ലല്ലോ. അപ്പൊ ചോറ് തുണിയാളായിട്ടൊക്കെ വന്നു. പിന്നെ നാളെ പണിയുണ്ടല്ലേ? ഇവര് ഇനി കുറച്ച് കഴിഞ്ഞാൽ പോകുമ്പോൾ നിന്നിട്ടും കാര്യമില്ല. ഞാനും ഉള്ളന്നെ നിന്നു. പിന്നെ എല്ലാരും പറയുന്നുണ്ട് നിങ്ങൾക്ക് എത്ര മാസമായി? ചേച്ചിന്റെ എത്രയായി? 3 മാസം. 3. അപ്പൊ 9 മാസം വന്നേക്കാലോ. കഴിച്ചിട്ടില്ല. അവിടെ പെരീന്ന് തിന്നാൻ പറഞ്ഞില്ല. ചോറ് തിന്നൂടേനിയോ? കൂട്ടാനൊക്കെ ഉണ്ടേനിയല്ലോ. അവിടെ മറ്റോടത്ത് ഉമ്മല്ല, അമ്മ മരുന്നിന് പോയിക്കണ്. ഏതായാലും പിന്നെന്തൊക്കെ ഇനിയിപ്പോ ഈ പാത്രം തന്നിക്കണതില് പൊടി കലക്കി കൊടുക്കാൻ പറഞ്ഞിട്ടേ 2 മണിക്കൂർ ഇടവിട്ട് നമ്മളവിടെ കൊടുക്കാന്. കാരണം അതിന്ന് ഇങ്ങനെ എപ്പോഴും കൊടുത്ത് ഇതാക്കണ ഇടങ്ങാറായിട്ട് ഓല് കൊടുക്കാന്ന് പറഞ്ഞു. നമ്മളെ ആവശ്യമില്ലാന്ന് പറഞ്ഞു. നമ്മളെ ആവശ്യമില്ല, നമ്മള് കൊടുത്തിട്ട് പുറത്തേക്ക്. നമ്മളങ്ങനെ കുട്ടിക്ക് പൊടി കൊടുക്കാൻ പോവാല്ലേ? കുട്ടിക്ക് പൊടി കൊടുക്കാൻ പോവാണ്. രാത്രി എപ്പോഴും കരയും. അപ്പൊ ഇന്ന് എടുക്കണ ബുദ്ധിമുട്ടാണ് പറഞ്ഞാണ്ട് പൊടി എടുക്കുക. നമ്മള് കിടന്ന റൂം അവിടെ ഉണ്ട് 207. ഇപ്പണ്ട് പോയിട്ടുള്ള അപ്പോത്തിന് ഇങ്ങോട്ട് വേഗം ഒന്നും ചെയ്തില്ലേ? ബെല്ലടിച്ചു നോക്കി. അതിന് കൈമ തേച്ചിട്ട് കാണുന്നില്ല. കുട്ടീനെ തരൂല. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോ ചോറുണ്ട്, ചെറുപയറുണ്ട്, ചമ്മന്തി ഉണ്ട്. ഞങ്ങളെ ഒരു പ്ലേറ്റ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള അച്ചാറും ഉണ്ട്. ഓള് ഇവിടെ ഉണ്ട്. ഞങ്ങള് 2 ഒരു പ്ലേറ്റ് നിന്നിട്ട് ചോറ് ഇഞ്ഞുണ്ട് കേട്ടോ. മാണ്ട കോളില്ല, ഒന്ന് കണ്ണുമ്പണം. അപ്പത്തിന് ഓന് പാലുണ്ടേ കൊടുക്കണം പാത്രത്തില്. പാത്രം ഇട്ടോ ചോദിച്ചേ പിന്നാണോ അത് കൊണ്ടേ കൊടുത്തോ? ആ അപ്പൊ ഇനി ചോറ് നട്ടോ. ഇച്ചി ഏരിയ മതിയായിരുന്നു. ഇച്ചിന്നുള്ളു മതി കേട്ടോ. മറ്റോക്ക് ഞാൻ ഭാഗം അങ്ങനെ ഇട്ടെടുക്കും. പോണില്ല അല്ലേ? അപ്പൊ ചോറില്ല തുറക്കുന്നുണ്ട്. നമ്മളെ ഫുഡ് കഴിച്ചലും കാര്യമൊക്കെ കഴിഞ്ഞാൽ 10 മണിയാവാനായി. കടക്കാൻ നോക്കട്ടെ. കാരണം എന്താ വെച്ചാല് നമുക്ക് 2 മണിക്കൂർ ഇടപെട്ട് കുട്ടിക്ക് പാലെത്തിച്ചാണ്ട്. അപ്പൊ ഒരു വട്ടം ഞാൻ നീച്ചും, മറ്റേ വട്ടം ഒളിച്ചു. അപ്പൊ ഒരു വട്ടം ഞാൻ നീച്ചാലും 4 മണിക്കൂർ ഒരാൾക്ക് ലാഭല്ലേ? അപ്പൊ അങ്ങനെയാണ് പ്ലാനിങ്. അപ്പൊ നമ്മള് വിശാലായ സ്ഥലത്ത് ഈ ആര് മുതൽ ഈ ആര് വരെ ചിപ്നാക്കും. ഞാൻ കാല അവിടെ മുതൽ തല അവിടുന്ന് വെക്കും. അപ്പൊ നമുക്ക് സുഖമായിട്ട് കിടക്കാം. കിടക്കല്ലേ?
നല്ല ഒക്കെയുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു ചിരിച്ച് കളിച്ചറിഞ്ഞപ്പോ പോകീനി വന്നോലൊന്നും നിന്നോലൊന്നും ഞങ്ങളപ്പല്ല അല്ലേ? ഞങ്ങളപ്പോ ആരുമില്ല. പോയി വാ എന്നിട്ട് എല്ലാരും വരുന്ന ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അമ്മായി വിളിച്ചു ചോദിച്ചു ഞങ്ങൾ വേണ്ടാന്നാണ് ഉമ്മയൊക്കെ വേണ്ട. കാരണം വന്നിട്ട് കാര്യമല്ല. എന്താ വെച്ചാൽ ഇവിടെ ഒന്നുമില്ല. കാരണം കുട്ടി നമ്മളെ കയ്യിലില്ല. പിന്നെ പാല അവിടെ എത്തിച്ചേണ്ട പരിപാടിയുള്ളൂ. പിന്നെ ഓള് ഓക്കെയാണ് അല്ലേ? ഓളായിട്ട് വലിയ ഇറങ്ങുന്ന കാര്യമൊന്നുമില്ല. ഓള് ഇന്ത്യയിലാകോ സാറായിക്കണം. ഇങ്ങനെ ഞങ്ങളെ ചോറുന്നലൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നേരെ ഒരു 10 മണി 10:30 11 മണി. അല്ല, നേരെ 12 മണിയായി. ഓളെ അനാഥപ്രേതങ്ങൾ നടത്തുകയാണ്. ഏരിയയിലൊരു മനസ്സല്ല. ഞാൻ സിഫ്നാനെ കൊന്നാലും സിഫ്നാൻ എന്നെ കൊന്നാലും സിഫ്ന ഏതായാലും ആരും ഇവിടെ അറിയില്ല. പണ്ടത്തെ ജനകിച്ച് ചെന്നപ്പോ കിടക്കാൻ പേടിക്കണ്ടേ. ഇപ്പ സ്വഭാവം ഇല്ലാത്തൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഇപ്പൊ മോന് പാലൊക്കെ കൊടുത്ത് വരികയാണെങ്കിൽ 1 മണിക്ക് അലാറം വെച്ച് പോണം അല്ലേ? 2 മണിക്കൂർ പോണം. അപ്പൊ ഇനി ഏതായാലും കിടക്കട്ടെ. കണ്ണും നമുക്ക് 1 മണിയാകുമ്പോ നമുക്ക് കാണാം. ഇനിയില്ല മുഖമൊക്കെ കുറച്ച് ഭയങ്കര കരച്ചില് കിട്ടും. ഞങ്ങള് കറക്റ്റ് ടൈമിലാ ചെന്ന പാഞ്ഞു ചെന്നു ഞങ്ങള്. അതിന് നീച്ചുമ്പോ മുഖഭാവങ്ങൾ ഇങ്ങനെ കണ്ണൊന്നും ഉണ്ടാവൂല. ഉറങ്ങിയാ പിന്നെ നീച്ചാൻ ഗതിയാണ്. എന്നാലും മതില്ല നീച്ചണ്ടേ. അപ്പൊ നമുക്ക് ഇനി 1 മണിക്ക് കാണാം അല്ലേ?